നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കശ്മീരിലെ പഹൽഗാം കൂട്ടക്കുരുതിയുടെ നടുക്കത്തിലാണ് രാജ്യം. 26 മനുഷ്യജീവനുകളാണ് ഭീകരാക്രമണത്തിൽ പൊലിഞ്ഞത്. ഇപ്പോൾ ഈ കൂട്ടക്കുരുതി നടന്ന പഹൽഗാമിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശനം നടത്തുകയാണ്. കശ്മീരിലെ പഹൽഗാമിൽ കൂട്ടക്കുരുതി നടത്തിയ തീവ്രവാദികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആസിഫ് ഷെയ്ഖ്, ആദിൽ ഖുരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. 7 പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. സംഘത്തിലെ 2 പേർ പാകിസ്ഥാനികളെന്നാണ് വിവരം. ദി റെസിഡന്റ് ഫ്രണ്ട് എന്ന സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുള്ള സംഘടനയാണിത്. അതിനിടെ പാകിസ്ഥാൻ ഇന്ത്യ തിരിച്ചടി നൽകി തുടങ്ങി. ബാരാമുള്ളയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 4 ഭീകരരെ സൈന്യം വധിച്ചു. ഏറ്റുമുട്ടൽ തുടരുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭീകരാക്രമണം നടന്ന ബൈസാരൻ സന്ദർശിച്ച് സാഹചര്യം വിലയിരുത്തി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച അമിത്ഷാ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്ന് കശ്മീരിലെ സാഹചര്യവും തുടർ നീക്കങ്ങളും ചർച്ച ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി മടങ്ങിയെത്തിയ പ്രധാനമന്ത്രിയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സ്ഥിതിഗതികൾ അറിയിച്ചു. കരസേനാ മേധാവിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തി. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ഈ സംഭവം നടന്ന ഭീകരാക്രമണം നടന്ന കൂട്ടക്കുരുതി നടന്ന സ്ഥലം സന്ദർശിച്ചു. കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. സ്ഥിതിഗതികൾ കൃത്യമായും വിലയിരുത്തുന്നുണ്ട്. എന്താണിപ്പോൾ അവിടുത്തെ സാഹചര്യം, സജിത്ത്? ടോം, ഇനി നിർണായകമാവുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗമാണ്. ഈ യോഗമെടുക്കുന്ന തീരുമാനം അതീവ പ്രാധാന്യമാണ്. കാരണം രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും തന്ത്രപ്രധാനമായ ആലോചനകൾ ഈ യോഗത്തിൽ ഉണ്ടാകും. നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ യോഗത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം ശ്രീനഗറിൽ, കാശ്മീരിൽ തന്നെ തുടരുമെന്നായിരുന്നു നേരത്തെ ധാരണ. പക്ഷേ അദ്ദേഹം തിരിച്ച് ഡൽഹിക്ക് മടങ്ങുന്നു. അദ്ദേഹം ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൂടിയാണ് ഈ യോഗം ചേരുന്നത്. സുപ്രധാനമായ തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ, 1, നിലവിലുണ്ടായ സാഹചര്യങ്ങളുടെ വിലയിരുത്തൽ; 2, ഇനി അങ്ങോട്ട് സ്വീകരിക്കാൻ പോകുന്ന ആക്ഷൻ പ്ലാൻ; 3, ഇതിന് പിന്നിൽ പങ്കെടുത്ത സംഘടനകൾ, തീവ്രവാദി ഗ്രൂപ്പുകളുടെ നീക്കം എന്തായിരുന്നു, ഏതൊക്കെ തരത്തിലുള്ള ആസൂത്രണമാണ് അവർ കൈക്കൊണ്ടത്. അതിനുമപ്പുറം രാജ്യം ഈ വിഷയത്തിൽ ഏതെങ്കിലും സംഘടനകളോ അതല്ലെങ്കിൽ ശത്രു രാജ്യത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നതോ അടക്കമുള്ള കാര്യങ്ങളിൽ സുപ്രധാനമായ പ്രഖ്യാപനം ഈ യോഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം തുടക്കം മുതൽ തന്നെ രാജ്യത്ത് പലയിടങ്ങളിൽ പാകിസ്ഥാൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ, ഈ തീവ്രവാദികളുടെ പാകിസ്ഥാൻ ബന്ധമാണ് തുടക്കം മുതൽ തന്നെ ചർച്ചയാവുന്നത്. ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ, ഈ സംഭവത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത തീവ്രവാദി ഗ്രൂപ്പിൻ്റെ പാകിസ്ഥാൻ ബന്ധം അത് സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അത്തരം നീക്കങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം. സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ പാകിസ്ഥാൻ അവർക്ക് മേലുണ്ടായിരുന്ന ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ നിഷേധിക്കുന്നു എന്നതായിരുന്നു അവരുടെ വാദം. ഈ തരത്തിൽ പാകിസ്ഥാൻ സ്വീകരിച്ച നിലപാടുകൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ത്യ ഇതിൽ ഔദ്യോഗികമായി എടുക്കാൻ പോകുന്ന നിലപാടുകൾ അതിസുപ്രധാനമാണ്. ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ വേണമെങ്കിൽ സൈനിക ശക്തി പോലും ഷെയർ ചെയ്തുകൊണ്ട് തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ പൂർണ്ണ സജ്ജരാണ് എന്ന നിലപാട് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകരാജ്യങ്ങളുടെ വലിയ പിന്തുണ ഇന്ത്യക്ക് ഈ സംഭവത്തിൽ കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള നീക്കങ്ങൾ നിർണായകമാണ്. സംഭവം നടന്ന മണിക്കൂറുകൾ 24 മണിക്കൂർ, ഒരു ദിവസം പിന്നിടുകയാണ്. അപ്പോഴും ഈ തീവ്രവാദികളെ പൂർണ്ണമായും കണ്ടെത്താൻ കഴിഞ്ഞോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത പൂർണ്ണമായി ഇതുവരെ വന്നിട്ടുമില്ല. ഇതിനിടയിലാണ് അതിർത്തിയിൽ ബാരാമുള്ളയിൽ ഉണ്ടായ സംഘർഷം. ബാരാമുള്ളയിൽ അതിർത്തി ഭാഗത്തുണ്ടായ വെടിവെപ്പിൽ ഇന്ത്യൻ സേന 4 തീവ്രവാദികളെ വെടിവെച്ചു കൊന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും സുപ്രധാനമായ നീക്കമാണ് അതിർത്തിയിലും സംഭവിക്കുന്നത്. രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഈ തീവ്രവാദി ആക്രമണം നടന്നത്, അതിൻ്റെ സമയവും അതിൻ്റെ പശ്ചാത്തലവും വളരെ പ്രാധാന്യമുള്ളതാണ്.
പ്രധാനമന്ത്രി രാജ്യത്തില്ലാത്ത സമയം സൗദി അറേബ്യയുമായുള്ള നിർണായക ചർച്ചകൾക്ക് വേണ്ടി അദ്ദേഹം സൗദിയിലായിരുന്ന സമയത്ത് നടക്കുന്നു. ഒപ്പം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് രാജ്യത്ത് ഇന്ത്യയിലുള്ള സമയത്ത് നടക്കുന്നു. വിനോദസഞ്ചാരികൾ, വിദേശികളായ വിനോദസഞ്ചാരികൾ അടക്കം ഈ അപകടത്തിൽ പെടുന്നു. അവർക്ക് നേരെയും വെടിവെപ്പ് ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഇന്ത്യക്ക് കൃത്യമായ തരത്തിൽ ഇന്ത്യയെ ഭയപ്പെടുത്തുക, അതല്ലെങ്കിൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ നടത്താൻ പോകുന്ന നീക്കം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടത് കൂടിയായി മാറുകയാണ്. അങ്ങനെ ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടുള്ള തന്ത്രപരമായ ഒരു നീക്കമായിരിക്കും ഇന്നത്തെ ഈ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ഉണ്ടാവുക. അതിനുശേഷം പ്രധാനമന്ത്രി നാളെ ബീഹാറിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ യോഗത്തിനും ഈ ആക്രമണത്തിനും ശേഷം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ യോഗമായി അത് മാറുകയാണ്. ഈ പൊതുയോഗത്തിൽ അതിസുപ്രധാനമായ ചില നിലപാടുകൾ, പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടാകുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും സജിത്ത്, അതോടൊപ്പം ഈ ഭീകരരെന്ന് കരുതുന്ന 3 പേരുടെ രേഖാചിത്രം സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. അതിനിടെ ഈ ആക്രമണം നടത്തിയ റെസിഡന്റ് ഫ്രണ്ട് അവർ വീണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ വാർത്താക്കുറിപ്പിറക്കുന്നു. അതായത് ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യ പാഠം പഠിക്കണം എന്ന രീതിയിൽ പ്രകോപനമായ രീതിയിലാണല്ലോ ഈ സംഘടനയുടെ വാർത്താക്കുറിപ്പ് വ്യക്തമാക്കുന്നത്. അതായത് വീണ്ടും ആക്രമണത്തിന് സാധ്യതയുണ്ടോ, ഒരുപക്ഷെ ഇതുപോലുള്ള ആക്രമണ സാധ്യത അതിനുള്ള മുൻകരുതലുകൾ എങ്ങനെയാണ് രാജ്യം എടുത്തിരിക്കുന്നത്? പലയിടത്തും സുരക്ഷയൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനിടെ വീണ്ടും രാജ്യാതിർത്തിയിൽ ഭീകരർ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു. അതായത് വീണ്ടും ഒരു ആക്രമണത്തിന് ഇപ്പോഴും സാധ്യതയുണ്ടോ സജിത്ത്? അസിഫ് ഫൗജി എന്ന ഒരു തന്ത്രപരമായ തീവ്രവാദി, അയാളുടെ നേതൃത്വത്തിലാണ് ഈ നീക്കങ്ങൾ നടന്നത് എന്നതാണ് അന്വേഷണ ഏജൻസികൾ, സുരക്ഷാ സേനയുടെ ഇതുവരെയുള്ള കണ്ടെത്തലെത്തിയിരിക്കുന്നത്. സേനയിൽ ഈ അക്രമി സംഘത്തിൽ 7 പേരാണ് ഉൾപ്പെട്ടിരുന്നത്. 4 പേർ വെടിവെച്ചു, 3 പേർ അതിന് സൗകര്യമൊരുക്കി കൊടുത്തു. ഇതാണ് ഇതുവരെ ലഭ്യമായ വിവരം. ഒപ്പം ഹെൽമറ്റ് ധരിച്ചെത്തിയ അവർ ഹെൽമറ്റിൽ വീഡിയോ ക്യാമറകളും ഘടിപ്പിച്ചിരുന്നു. അങ്ങനെ പൂർണ്ണമായും അവർ നടത്തുന്ന ഈ നിഷ്ഠൂരമായ പ്രവൃത്തി വീഡിയോയിൽ ചിത്രീകരിച്ചുകൊണ്ട് കൃത്യമായ ചില നീക്കങ്ങൾ അവർ നടത്തി. അങ്ങനെയെങ്കിൽ ഈ സംഘാംഗങ്ങളുടെ മറ്റു ലക്ഷ്യം എന്തായിരുന്നു? ഇതിന് പിന്നിൽ നടന്ന ആസൂത്രണം എന്താണ്? ഒപ്പം തന്നെ ഈ വിനോദസഞ്ചാരികൾ കൂട്ടത്തോടെ വരുന്ന ഈ മേഖലയിൽ എങ്ങനെ അവർക്ക് കടന്നു കയറാൻ കഴിഞ്ഞു? അവിടെ എവിടെ ഇന്റലിജൻസിന്റെ പിഴവുണ്ടായി? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മുൻകാലങ്ങളിലും നമുക്കറിയാം രാജ്യം ഇത്തരം സമാനമായ ഭീകരാക്രമണങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. പക്ഷേ അതിനെ നമ്മൾ ചെറുത്തു തോൽപ്പിച്ചിട്ടുണ്ട്, തിരിച്ചടിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യ നൽകാൻ പോകുന്ന തിരിച്ചടി എന്ത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ പ്രദേശം പൂർണ്ണമായും സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലാണ്. CRPF-ന്റെയും സൈന്യത്തിന്റെ വിവിധ യൂണിറ്റുകളും പൂർണ്ണമായും നിരീക്ഷണത്തിലും തിരച്ചിലുമാണ്. അങ്ങനെ നേരത്തെ തന്നെ ഈ അക്രമികളുടെ രേഖാചിത്രങ്ങൾ പുറത്തിറക്കിയിരുന്നു. കാരണം അവർ വനമേഖലകളിൽ ഒളിച്ചിരിക്കുന്നതിനപ്പുറം ഗ്രാമമേഖലകളിലൊക്കെ പോയി തങ്ങാനുള്ള സാധ്യതയും കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരം രേഖാചിത്രം പുറത്തിറക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത്. ഒരു പ്രത്യേകതയുള്ള കാര്യം, ഈ സംഭവങ്ങളെ രാജ്യം ഒന്നടങ്കം അപലപിക്കുന്നു എന്നതാണ്. അതായത് കശ്മീർ താഴ്വര പൂർണ്ണമായും ഒരു സമാധാനത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഈ അനിഷ്ട സംഭവം ഉണ്ടാവുന്നത്. ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ട തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടതിന് ശേഷം, 2019 തന്ത്രപരമായ തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം ഇത്ര വലിയ ഒരു ആക്രമണം ഇത് ആദ്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് രാഷ്ട്രീയ പ്രാധാന്യമേറും. രാജ്യത്തിൻ്റെ തുടർ ചർച്ചകളിലും നയതന്ത്ര നീക്കങ്ങളിലുമൊക്കെ ഇത് പരാമർശിക്കപ്പെടുകയും ചെയ്യും. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ഭരണം നടന്നിരുന്ന കശ്മീർ താഴ്വരയിൽ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് അത്തരം നീക്കങ്ങൾ, ജനാധിപത്യ സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു നീക്കമുണ്ടാവുന്നത്. പക്ഷേ കശ്മീർ താഴ്വര മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ അവിടുത്തെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണ്, ഈ അക്രമ സംഭവങ്ങളെ അപലപിക്കുകയാണ് എന്നതാണ് സാഹചര്യം. അതുകൊണ്ട് രാജ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട്, ലോകരാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട്. അതുകൊണ്ട് ഈ സംഭവങ്ങളെ, തീവ്രവാദി നീക്കങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ കരുത്തു പകരുന്ന നീക്കം രാജ്യത്തിനകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ തുടർ നടപടികൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഒപ്പം ഈ അക്രമത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സംഘടനയുടെ കഴിഞ്ഞകാല പ്രവർത്തനം പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2019 ഈ കശ്മീരിന് പ്രത്യേക അധികാരം എടുത്തു കളയുന്ന തീരുമാനം കൈക്കൊണ്ടതിന് പിന്നാലെ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ്. ആ സംഘടന പ്രതിരോധം എന്ന പ്രഖ്യാപനം നടത്തി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് സ്വാഭാവികമായും ചില ചെറുത്തുനിൽപ്പുകൾ, ചെറിയ നീക്കങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ഇത്ര ശക്തമായൊരു നീക്കം ഇത് ആദ്യമാണ്. പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ തീവ്രവാദി സംഘടനകൾ ഫണ്ട് ചെയ്യുന്ന, എല്ലാ പിന്തുണയും
നൽകുന്ന ഒരു ഗ്രൂപ്പാണ്. യുവാക്കളെ കൂടുതലായി ആകർഷിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അവരിലേക്ക് പൂർണ്ണമായും അന്വേഷണ ഏജൻസികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ ഉൾപ്പെട്ടിരുന്ന വ്യക്തികൾ ആരൊക്കെയെന്ന് സംബന്ധിച്ച കൃത്യമായ സൂചനകൾ ലഭ്യമായി കഴിഞ്ഞുവെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഒരു വിവരവും ഇതുവരെയും ഇന്ത്യ പുറത്തുവിട്ടിട്ടില്ല. അത്തരം പ്രതികരണം ഇതുവരെ നടത്തിയിട്ടുമില്ല. എന്തായാലും സാഹചര്യങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുമാണ് ഇതുവരെ ചെയ്തിരിക്കുന്നത്. പക്ഷേ വൈകിട്ട് ചേരുന്ന സുരക്ഷാ കൗൺസിൽ യോഗത്തിന് ശേഷം അതിസുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ ഇന്ത്യ നടത്തും. വ്യക്തമാണ്. സജിത്ത് തുടരുക. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട്. അതായത് കശ്മീർ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ വിയോഗത്തിൽ നടുങ്ങിയിരിക്കുകയാണ് നാട്. അതായത് ഇടപ്പള്ളി ഉൾപ്പെടുന്ന പ്രദേശം. കുടുംബവുമൊത്ത് വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു രാമചന്ദ്രൻ. മൃതദേഹം ഇന്ന് വൈകിട്ട് കൊച്ചിയിലെത്തിക്കും. വെള്ളിയാഴ്ചയാണ് സംസ്കാരം. ചെറുപ്പം മുതൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു രാമചന്ദ്രനെന്ന് നാട്ടുകാർ പറയുന്നു. അടുപ്പാണ്. പഴയ ഇടപ്പള്ളിക്കാരാണ് അവരൊക്കെ. ഞങ്ങൾ ബന്ധുക്കളുമാണ്. രാമചന്ദ്രൻ ചേട്ടൻ കുറേ നാളിവിടെ സ്വന്തമായിട്ടൊരു കടയൻ സംവിധാനമൊക്കെ നടത്തിയിരുന്നു. പിന്നെ അത് നിർത്തിയിട്ടാണ് അദ്ദേഹം ഗൾഫിലേക്ക് പോയത്. അതിനുശേഷം ഒരു 2 വർഷമായുള്ള അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഇവിടെ മകളുടെ കുട്ടികളെ ഉണ്ട് കൂടെ. അപ്പോൾ സ്വസ്ഥമായി കുടുംബജീവിതം നയിക്കണം. ചെറിയ ക്ഷേത്രങ്ങളിലെ എന്തെങ്കിലും ആവശ്യങ്ങൾ അതിനൊക്കെ പോണു. ആ ചേച്ചി ഭാരതീയ വിദ്യാഭവനിലെ ടീച്ചറായിരുന്നു. 2 മക്കളാണ് അദ്ദേഹത്തിന്, ഒരു മകനും ഒരു മകളും. മകൻ ബാംഗ്ലൂരാണ്. മകളിപ്പോൾ ഗൾഫിൽ നിന്ന് ഇപ്പോൾ 1 വർഷത്തേക്ക് അങ്ങോട്ട് വന്നതാണ്. ഒരു സഹോദരനും ഒരു സഹോദരിയാണ് രാമൻചേട്ടനുള്ളത്. അവർ 2 മൂത്തതാണ്. രാമൻചേട്ടനാണ് ഇളയത്. ഞങ്ങൾ രാമൻചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. കിട്ടുന്ന അനുഭവങ്ങൾ ഇതല്ലേ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വാക്കുകളില്ല പറയാൻ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം അതുപോലെ ഒരു വീട് പോലെ ഒരു കുടുംബവും അമ്പലങ്ങളും കാര്യങ്ങളും പാർട്ടിയുടെ കാര്യങ്ങളാണെങ്കിലും എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരാളാണ്. വാക്കുകൾ വരുന്നില്ല. രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നാണ് അദ്ദേഹം. പിന്നീട് ഇപ്പോൾ അങ്ങനെ പണ്ട് റിട്ടയർമെൻ്റായി ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളൂ. കുറേ കാലം പ്രവാസിയായിരുന്നു പുള്ളി. ഇപ്പോൾ വന്നിട്ട് 2 വർഷമായിരുന്നു. പിന്നെ ഇവിടെ കുട്ടി മകൾക്ക് 2 ഇരട്ട കുട്ടികളായതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ പുറത്തേക്കൊന്നും പണ്ട് പിള്ളേരെ നോക്കി അമ്പലം പരിപാടിയൊക്കെ ആയിട്ട് ആള് നല്ലൊരു മനുഷ്യൻ. എല്ലാവർക്കും, നാട്ടുകാർക്കും എല്ലാവർക്കും എന്തിനും. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ വിനോദയാത്രയുടെ ആഘോഷത്തിനിടെയാണ് ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നതും. സ്വന്തം കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് രാമചന്ദ്രനെ ഭീകരവാദികൾ കൊലപ്പെടുത്തുന്നു. ഈ ഇന്ന് വൈകിട്ടോടുകൂടി മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നാണ് അറിയുന്നത്. ഈ നാട് ഇടപ്പള്ളി ഉൾപ്പെടുന്ന പ്രദേശം വലിയ നടുക്കത്തിലാണ്. കാരണം നാട്ടുകാർക്കെല്ലാം അത്രയും പ്രിയപ്പെട്ടവരായിരുന്ന, അവിടുത്തെ പൊതുരംഗത്തൊക്കെ വളരെ സജീവമായിരുന്ന രാമചന്ദ്രന്റെ വിയോഗത്തെ നാട്ടുകാർ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ചും ഈ കുടുംബാംഗങ്ങളുമായി. ഇപ്പോൾ നേരത്തെ ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് രാമചന്ദ്രനൊപ്പം ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങളുമായി ഇവർക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെയൊക്കെ കാരണം അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പരിക്കോ മറ്റോ പറ്റിയിരുന്നോ? ടോം, ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 4 മണിയോടുകൂടി തന്നെ, അതായത് ഈ ഭീകരവാദം നടന്ന് അതിൽ രാമചന്ദ്രൻ കൊല്ലപ്പെടുന്ന സമയത്ത് തന്നെ ഒപ്പമുണ്ടായിരുന്ന മകൾ ഈ വിവരം സഹോദരനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. സഹോദരൻ രാമചന്ദ്രൻ്റെ ഭാര്യ ഷീലയുടെ സഹോദരിയെ ഉടനെ തന്നെ ഈ വിവരം അറിയിച്ചു. അച്ഛൻ ഇങ്ങനെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന്. പക്ഷെ അവർക്ക് പിന്നീട് ആദ്യം ഇവർക്ക് മനസ്സിലായില്ല എന്താണ് സംഭവിച്ചതെന്ന്. ഇവർക്ക് മനസ്സിലായില്ല. തിരിച്ച് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല. ഷീലയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, മകളെ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കുടുംബം ആകെ ഒരു പരിഭ്രാന്തിയിലായി. അവർ ഈ കാര്യം മറ്റാരോടും തന്നെ പുറത്തു വിട്ടിട്ടില്ല. 4:30 തന്നെ ഇവർ ഈ വിവരം അറിഞ്ഞുവെങ്കിലും ഇതെന്താണ് സംഭവിച്ചതെന്നൊരു സ്ഥിരീകരണമില്ലാത്തതിനാൽ ഇവരത് പുറത്തു വിടാതെ ഒന്നുകൂടി ഈ കുടുംബവുമായി ബന്ധപ്പെട്ടതിന് ശേഷം അടുത്ത ആളുകളെ അറിയിച്ചാൽ മതി എന്ന രീതിയിൽ നിൽക്കുന്നു. രാത്രിയോടുകൂടിയാണ് ഈ വിവരം സ്ഥിരീകരിക്കുന്നതിലും ആ മരണപ്പെട്ടവർക്കൊപ്പം രാമചന്ദ്രൻ ഉണ്ടായിരുന്നു എന്ന വിവരം സ്ഥിരീകരിച്ച് ഈ കുടുംബം അറിയുന്നത്. എന്തായാലും വലിയൊരു ആഘാതത്തിൽ തന്നെയാണ്. തിങ്കളാഴ്ച രാവിലെയാണ് രാമചന്ദ്രനും ഭാര്യ ഷീലയും മകൾ ആരതിയും 2 കുട്ടികൾ, ആരതിക്ക് 2 ഇരട്ട കുട്ടികളാണ്, 8 വയസ്സുള്ള 2 പേരാണ്. ഇവർ എല്ലാവരും കൂടിയായിരുന്നു തിങ്കളാഴ്ച രാവിലെ ഹൈദരാബാദിൽ നിന്നും
ഇവിടേക്ക് ശ്രീനഗറിലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് ഈ പെഹൽഗാമിൽ ഇന്നലെ വൈകിട്ടോടുകൂടി അവിടെ പെഹൽഗാമിൽ എത്തുന്നു. പക്ഷേ ഷീല, രാമചന്ദ്രൻ്റെ ഭാര്യ ഷീലയ്ക്ക് ഹൃദയ സംബന്ധമായ അസുഖമുള്ളതിനാൽ ഈ പോണി കയറി പോകുന്നതുകൊണ്ട് അവർക്ക് അതിനുള്ളൊരു ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് ഇവർ കാറിൽ തന്നെ ഇരുന്നു. മകളും ഭർത്താവും 2 കുട്ടികളും പേരക്കുട്ടികളുമാണ് മുകളിലേക്ക് പോയത്. ആ സമയത്താണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തമുണ്ടായത്. പേരക്കുട്ടികളുടെയും മകളുടെ മുന്നിൽ വെച്ചാണ് രാമചന്ദ്രന് വെടിയേൽക്കുന്നത്. എന്തായാലും അതിൻ്റെ ആഘാതത്തിൽ നിന്നും ആ കൊച്ചു കുട്ടികളടക്കം മുക്തരായിട്ടില്ല എന്നാണ് പറയുന്നത്. വിവരം ഭാര്യയെ അറിയിച്ചിട്ടില്ല. കാരണം ഈ ഒരു ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളത് കൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടായാലോ എന്ന് കരുതി രാവിലെ ഒന്നും തന്നെ അറിയിച്ചിരുന്നില്ല. പിന്നീട് ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നത് 11:30 അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് ഡൽഹിക്ക് എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ ഭർത്താവ് മരിച്ചു എന്ന വിവരം ഷീല പോലും അറിയുന്നത്. അങ്ങനെ തികച്ചും വേദനിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണിത്. നമ്മൾ അവിടെ ഒരു ഭീകരാക്രമണം നടന്നു, നിരവധി ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് വളരെ വേദനയുണ്ടായി. അതിനേക്കാൾ ഇരട്ടി വേദന നമ്മുടെ ഈ ഒരു മലയാളി കൂടി അതിൽ ഉൾപ്പെട്ടു എന്നറിയുമ്പോൾ തന്നെയാണ്. ഇവിടെ വന്ന് നമ്മൾ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ വളരെ പ്രിയപ്പെട്ടൊരു വ്യക്തിയായി തന്നെയാണ് രാമചന്ദ്രനെ പറയുന്നത്. RSS പ്രവർത്തകനാണ്. ചെറുപ്പം കാലം മുതൽ തന്നെ RSS പ്രവർത്തനം ഉണ്ടായിരുന്നു. പിന്നീട് വിദേശത്തേക്ക് പോയി പ്രവാസ ജീവിതമെല്ലാം അവസാനിപ്പിച്ചൊരു വിശ്രമ ജീവിതത്തിലേക്കാണ് തിരിച്ച് നാട്ടിലേക്ക് സ്വന്തം ദേശമായ ഇടപ്പള്ളിയിലേക്ക് വന്നത്. ഇവിടെ പൊതുപ്രവർത്തനത്തിലൊക്കെ സജീവമായിരുന്നു. അമ്പലത്തിലെ ഉത്സവത്തിന് പോകുമായിരുന്നു. അമ്പല കമ്മിറ്റിയിലെ അംഗം കൂടിയാണ്. നേരത്തെ നമ്മളോട് പ്രതികരിച്ച ഇവരെല്ലാവരും ഒന്നിച്ച് ഈ പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്ന അല്ലെങ്കിൽ നാട്ടിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു രാമചന്ദ്രൻ. അത് ഇവരെ സംബന്ധിച്ച് വലിയ വേദന നൽകുന്നു. തിങ്കളാഴ്ച യാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഇക്കാര്യങ്ങളെല്ലാം അടുത്ത് നാട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നു. ഇങ്ങനെ മകൾ വിദേശത്ത് നിന്ന് വന്നതാണ്, അപ്പം മകളുമൊത്ത് ഒരു യാത്ര പോവുകയാണെന്ന്. പക്ഷെ ആ യാത്ര അവസാനം ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് നമ്മൾ എത്രമാത്രം സന്തോഷത്തിലേക്കാണ് ഒരു യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിദേശ യാത്ര സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ബന്ധുക്കളോടൊപ്പം പോകുമ്പോൾ നമ്മൾ എത്രമാത്രം സന്തോഷത്തിലായിരിക്കും. പക്ഷേ ഒരു നിമിഷം കൊണ്ട് ആ സന്തോഷമെല്ലാം നശിച്ച് ആ കുടുംബത്തെ പോലും ജീവിതാവസാനം വരെ അവരെ ആ വേദനയിൽ നിന്ന് മുക്തരാകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ആ കുടുംബം ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വലിയ നമ്മളോട് പ്രതികരിക്കും. ഇവിടെ വന്നവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് രാമചന്ദ്രൻ ചേട്ടൻ അത്ര അടുപ്പമുള്ളവരാണ് ഞങ്ങളോട് എല്ലാവരോടും. രാവിലെയും ഒക്കെ നമ്മൾ എന്നും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അങ്ങനെ അത്രയും പ്രിയപ്പെട്ട ഒരാളെ കൂടി നഷ്ടപ്പെടുന്നതിൻ്റെ വേദന തന്നെയാണ് ഈ നാട്ടുകാർക്കുമുള്ളത്. ഇനി സംസ്കാരത്തിലേക്ക് വന്നാൽ ഇന്ന് രാത്രി 8:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിക്കും. അതിനുശേഷം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലായിരിക്കും ഇന്ന് രാത്രിയും നാളെയും വയ്ക്കുക. കാരണം രാമചന്ദ്രൻ്റെ സഹോദരൻ അമേരിക്കയിലാണ്. അദ്ദേഹം തിരിച്ചു വരണം. ഇന്നലെയാണ് അദ്ദേഹം അമേരിക്കയിൽ എത്തിയത്. അവർ അവിടെ തന്നെ കുടുംബമായി താമസിക്കുന്നവരാണ്. പക്ഷേ സഹോദരന് ഇങ്ങനെ ഒരു അപകടം പറ്റി. സഹോദരനെ കാണണമെന്ന് നിർബന്ധത്തിൽ തന്നെ താൻ വരെ കാത്തിരിക്കണമെന്ന് പറയുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് വൈകിട്ടും നാളെയും മോർച്ചറിയിൽ സൂക്ഷിക്കും. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ചങ്ങമ്പുഴ പാർക്കിലായിരിക്കും പൊതുദർശനത്തിന് ശേഷം 9:30 വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും. പിന്നീട് അടുത്ത ബന്ധുക്കൾക്കും ഈ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും മൃതദേഹം സംസ്കരിക്കുക. 12 മണിക്ക് ഇടപ്പള്ളി ആയിരിക്കും ഈ സംസ്കാരം. ഇടപ്പള്ളി പൊതുശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക എന്നുകൂടി ബന്ധുക്കൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും വളരെ വലിയൊരു ഞെട്ടലിലാണ് കുടുംബവും നാട്ടുകാരും. ഇനി എങ്ങനെയാണ് ആ ഭാര്യയും മക്കളുമൊക്കെ, ആ കുഞ്ഞു കുട്ടികൾ പോലും തൻ്റെ അപ്പൂപ്പൻ്റെ ഒരു മരണത്തിന് സാക്ഷിയായിരിക്കുകയാണ്. അവരുമൊക്കെ വലിയ വേദനയിലാണ്, ഞെട്ടലിലാണ്. അതിൽ നിന്നൊക്കെ ആ കുട്ടികൾ പോലും ആ ഷോക്കിൽ നിന്ന് മുക്തരായിട്ടില്ല എന്നാണ് ഒപ്പമുള്ളവരൊക്കെ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ് ഈ വീടിനെ തേടിയെത്തിയത് കേട്ടോ. ഇടപ്പള്ളിയെ സംബന്ധിച്ചേറെ നടുക്കമുണ്ടാക്കിയ വാർത്തയായിരുന്നു. രാജ്യത്തെ തന്നെ നടുക്കിയ വാർത്തയായിരുന്നു. ഇപ്പോൾ ഇന്ന് വൈകിട്ട് കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിക്കും. വെള്ളിയാഴ്ചയാണ് സംസ്കാരം നടക്കുക. TG സജിത്തിലേക്ക് ഒരിക്കൽ കൂടി. സജിത്ത്, എന്തായാലും മലയാളികളെ സംബന്ധിച്ചും ഏറെ ദുഃഖകരമായ വാർത്തയായിരുന്നു ഇന്നലെ നമ്മൾ കേട്ടത്. ഒരു മലയാളി കൂടി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം. ഇന്ന് വൈകിട്ടോടുകൂടി മൃതദേഹം എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം നിരവധി മലയാളികൾ ഈ കശ്മീരിൽ ഭീകരാക്രമണം നടന്ന സ്ഥലത്ത് ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. അതിൽ ജനപ്രതിനിധികളുണ്ട്, ഹൈക്കോടതി ജഡ്ജിമാരുണ്ട്. അങ്ങനെ വിവിധ മേഖലയിലുള്ളവർ ഒക്കെ ഈ കശ്മീരിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ സജിത്ത്?
തീർച്ചയായും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി. നേരത്തെ തന്നെ ഷെഡ്യൂൾ നിശ്ചയിച്ച് അത് ആ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ആ ബന്ധുക്കളെയും എത്തിക്കും. കുടുങ്ങിക്കിടക്കുന്ന മറ്റ് വിനോദസഞ്ചാരികളെയും മറ്റുള്ളവരെയും നാട്ടിലെത്തിക്കുന്നതിനും ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വിമാന കമ്പനികളോട് പ്രത്യേക സംവിധാനം ഒരുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം. ഒപ്പം തന്നെ ഈ ടിക്കറ്റുകൾ റദ്ദ് ചെയ്യപ്പെട്ടെങ്കിൽ ആ പൈസ പൂർണ്ണമായി തിരികെ കൊടുക്കണം എന്ന ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അവിടെ മതിയായ വിമാന യാത്രാ സൗകര്യങ്ങളില്ല. കാരണം കശ്മീരിൽ നിന്നും മടങ്ങിയെത്താൻ ഏറ്റവും ഫലപ്രദമായ വഴി വിമാന സർവീസ് തന്നെയാണ്. പക്ഷേ മതിയായ വിമാന സർവീസുകളില്ല എന്നൊരു പ്രശ്നം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. കാലാവസ്ഥ അങ്ങേയറ്റം ദുഷ്കരമായൊരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ടുകൂടി തന്നെ അത്തരം ചില ആശങ്കകളുണ്ട്. പക്ഷേ അവർ തങ്ങുന്ന ഇടങ്ങളിൽ അവർക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളുണ്ട്. നമ്മളോട് ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം സംസാരിച്ച പല മലയാളികളുമായി നമ്മൾ സംസാരിച്ചു. പക്ഷേ എല്ലാവരും സുരക്ഷിത ഇടങ്ങളിൽ തന്നെയാണ്. അവർക്ക് ആശങ്കകൾ ഉണ്ടെങ്കിൽ കൂടിയും എല്ലാവരും സുരക്ഷിത ഇടങ്ങളിൽ തന്നെയാണ്. ഹോട്ടലുകളിലാണ് തങ്ങുന്നതെങ്കിലും ആ ഹോട്ടലുകളിൽ നിന്നും മതിയായ സൗകര്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ അവർ തന്നെ വ്യക്തമാക്കുന്ന കാര്യം. അതുകൊണ്ട് ആ തരത്തിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്തായാലും എല്ലാവരെയും നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ നടക്കുകയാണ്. ഒപ്പം സംസ്ഥാനത്ത് നോർക്ക റൂട്ട്സും ഏതെങ്കിലും മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെടാനുള്ള നമ്പറുകളും മറ്റും നൽകിക്കൊണ്ടുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ഏറെ ദുഃഖകരമായൊരു കാര്യം ഒരു മലയാളിയുടെ മരണവാർത്തയാണ്. മറ്റൊരു കേരള ബന്ധമുള്ളത് നേവി ഉദ്യോഗസ്ഥനാണ്. കൊച്ചിയിൽ ജോലി ചെയ്തിരുന്ന നേവി ഉദ്യോഗസ്ഥൻ്റെ മരണവാർത്ത കൂടിയാണ്. ഹരിയാന സ്വദേശി വിനയ്, അദ്ദേഹത്തിൻ്റെ മരണവാർത്ത. കാരണം ദിവസങ്ങൾക്ക് മുമ്പാണ് വിവാഹം അദ്ദേഹം കഴിഞ്ഞത്. അതിനുശേഷം ഹണിമൂൺ ആഘോഷത്തിന് വേണ്ടി കശ്മീരിലേക്ക് പോയപ്പോഴാണ് ഈ ദുരന്തം അദ്ദേഹത്തെയും തേടിയെത്തിയത് എന്ന വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് രണ്ട് മരണവും ഏറെ പ്രധാനപ്പെട്ടതാണ്. മൊത്തത്തിലുള്ള ദുരന്തം നമുക്ക് ഏറെ വേദന നൽകുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചാണ് രാമചന്ദ്രൻ്റെയും ഒപ്പം തന്നെ ഈ നേവി ഉദ്യോഗസ്ഥൻ്റെയും മരണവാർത്ത കൂടി കേരളത്തിന് കേൾക്കേണ്ടി വന്നു എന്നത്. സജിത്ത്, ഇതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് നീങ്ങുന്നത്? കാരണം ഇത് ഈ സംഘടനയെ കേന്ദ്രീകരിച്ച് തീവ്രവാദ സംഘടനയിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ട്. 3 പേരുടെ രേഖാചിത്രം തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കും ഈ പ്രകോപനത്തിന്, പെട്ടെന്ന് ഉള്ള ഒരു ആക്രമണത്തിന് കാരണം എന്താകാമെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഒരു വിലയിരുത്തൽ? കാരണം കഴിഞ്ഞ ദിവസം പാക് സൈനിക മേധാവി കശ്മീർ പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമാണെന്ന് രീതിയിലൊരു പരാമർശം നടത്തുന്നു. ഇതൊക്കെ ഈ ഒരു ആക്രമണത്തിന് കാരണമായി കാണുമോ? ഇതിന് ടോം സൂചിപ്പിച്ചതുപോലെ ഈ ആക്രമണത്തിന് ഒരു അന്താരാഷ്ട്ര മാനം കൂടി കൈവരുന്നു എന്ന പ്രത്യേകതയുണ്ട്. കാരണം അതിന് പല സാധ്യതകൾ ഈ മേഖലയിലുള്ള വിദഗ്ധരൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അതിലൊന്ന് ഈ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിൽ നടക്കുന്ന വിഘടനവാദ നീക്കങ്ങളാണ്. ഈ വിഘടനവാദികൾക്ക്, പാകിസ്ഥാനെ ഏറ്റവും വലിയ ആഭ്യന്തര കുഴപ്പത്തിലാക്കിയ ഈ വിഘടനവാദ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുടെ പിന്തുണയുണ്ട് ഈ വിഘടനവാദികൾക്ക് എന്നൊരു ആക്ഷേപം പാകിസ്ഥാനിലുണ്ട്. അങ്ങനെയെങ്കിൽ അതിനുള്ള ഒരു തിരിച്ചടിയാണ് പാകിസ്ഥാൻ നൽകിയത്, പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ നൽകിയത് എന്ന തരത്തിലുള്ള ഒരു പ്രചരണം ശക്തമായി നടക്കുന്നുണ്ട്. അത്തരമൊരു സാധ്യത, അങ്ങനെയെങ്കിൽ അതിൽ കൂടുതൽ അന്താരാഷ്ട്ര മാനം കൈവരികയും ചെയ്യും. അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രത്യേകതയുമുണ്ട്. മറ്റൊന്ന്, ദീർഘനാളുകളായി പാകിസ്ഥാൻ ഇന്ത്യയുടെ കൈവശമുള്ള ഭൂമിയിൽ നടത്തുന്ന അവകാശവാദങ്ങളാണ്. പല വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി തർക്കഭൂമിയായി നിൽക്കുന്ന ഈ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ മറ്റൊരു നീക്കം നടത്തി എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. അത്തരമൊരു സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച ഈ പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രിയും മറ്റും നടത്തിയ പ്രസ്താവനകൾ കൂടുതൽ പ്രസക്തമാവുന്നത്. ഒപ്പം ഇന്ന് പ്രകോപനപരമായൊരു നീക്കവും കൂടി പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇന്ത്യയുടെ മണിപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങളുണ്ട്. ആ സംഘർഷങ്ങളുടെ പ്രതിഫലനമാണോ ഇത് എന്ന സൂചന പങ്കുവയ്ക്കുന്ന ചില പ്രസ്താവനകളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ പ്രകോപനപരമാണ്. ഒപ്പം പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു എന്ന മറുവാദം കൂടി അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാനിലേക്ക് ആരോപണം എത്തും മുമ്പ് തന്നെ പ്രതിരോധമുയർത്താനുള്ള തന്ത്രം പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ എന്തൊക്കെയോ സംശയിക്കാനില്ലേ എന്ന സൂചനകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മുൻകാലങ്ങളിലും പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അവിടുത്തെ സൈന്യത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും പിന്തുണ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ കാലങ്ങളിൽ വളരെ കൃത്യമാണ്. നമ്മൾ മുൻകാലം അന്താരാഷ്ട്ര വേദികൾ ഇന്ത്യ അത് ഉന്നയിച്ച് വിജയിപ്പിച്ച് ആ വാദം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ വീണ്ടും അത്തരമൊരു നീക്കം നടത്തി എന്ന സംശയം ബലവത്തായി വരികയാണ്. പക്ഷേ ഇന്ത്യ ഇതിൽ ഔദ്യോഗികമായൊരു നിലപാട് ഇതുവരെയും എടുത്തിട്ടില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ സുരക്ഷാ കൗൺസിൽ യോഗത്തിന് ശേഷം ഒരുപക്ഷേ ഔദ്യോഗികമായൊരു നിലപാട് ഇന്ത്യ ഇക്കാര്യത്തിൽ സ്വീകരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ച നീക്കങ്ങളും ഉണ്ടായേക്കാം. എന്തായാലും ഇതിൻ്റെ തെളിവുകൾ
ശേഖരിക്കുക വളരെ പ്രധാനമാണ്. കാരണം അന്താരാഷ്ട്ര വേദിയിലും മറ്റും ഈ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടണമെങ്കിൽ തെളിവുകൾ ശേഖരിക്കണം. അങ്ങനെയെങ്കിൽ ഈ തീവ്രവാദി ഗ്രൂപ്പുകളുടെ ബന്ധവും നീക്കവും ഇവരുടെ ആസൂത്രണവും അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടുള്ള നീക്കത്തിലേക്ക് തന്നെയായിരിക്കാം ഇന്ത്യ കടക്കുക. വ്യക്തമാണ്. ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം അതീവ ജാഗ്രതയിലാണ്, കനത്ത സുരക്ഷയിലാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ കശ്മീരിലുണ്ട്, സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉന്നതതല യോഗം, ഇതുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗവും ചേരുന്നുണ്ട്. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി അമിത് ഒറാങ് പിടിയിൽ. പ്രതി കുറ്റം സമ്മതിച്ചു. തൃശൂർ മാളയിലെ കോഴിഫാമിൽ സഹോദരനൊപ്പമാണ് അമിത് കഴിഞ്ഞിരുന്നത്. കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ ഫോണുമായി കടന്ന പ്രതി ഇടയ്ക്ക് ഫോൺ ഓൺ ചെയ്തതാണ് വഴിത്തിരിവായത്. രാത്രി മുഴുവൻ പ്രതിയെ ട്രാക്ക് ചെയ്ത പോലീസ് ഒടുവിൽ മാളയിലെ കോഴിഫാമിന്റെ കെട്ടിടത്തിൽ നിന്നും ഇയാളെ പിടികൂടുകയായിരുന്നു. പ്രതി അമിത്തിന് പുറമെ 3 പേർ കൂടി കരുതൽ തടങ്കലിലെന്നും കോട്ടയം SP ഷാക്കുൽ ഹമീദ് പറഞ്ഞു. പ്രതിയുടെ സഹോദരനും മറ്റ് 2 സ്ത്രീകളുമാണ് കരുതൽ തടങ്കലിലുള്ളത്. വിജയകുമാറിന്റെ മകന്റെ മരണത്തിൽ പ്രതിക്ക് പങ്കില്ലെന്നും SP വ്യക്തമാക്കുന്നു. പ്രതി അറസ്റ്റിലായിട്ടുണ്ട്. ആദ്യമേ തന്നെ കേരള പോലീസിൽ വിശ്വസിച്ച് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് രാത്രിയോട് കൂടിയിട്ടാണ് ആദ്യമായിട്ട് ലൊക്കേഷൻ കിട്ടിയത്. പിന്നീട് ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള അയാൾ ഇന്റർനെറ്റ് ഉൾപ്പെടെ യൂസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള ഡേറ്റ കിട്ടി. രാത്രിയോടുകൂടി തന്നെ ഇയാൾ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മേലടൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ടീം ഇവിടെ നിന്ന് രാത്രി തന്നെ പുറപ്പെട്ടിരുന്നു. രാവിലെ ഒരു 8 മണിയോട് കൂടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ കിട്ടി. നമ്മളവിടെ ചെന്ന് പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. നേരത്തെ വിജയകുമാർ കൊടുത്ത കേസിൽ ഇയാൾ അകത്തു പോയിരുന്നു. അപ്പോൾ ഈ 5.5 മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞതിൻ്റെയും പിന്നീട് ഇയാളുടെ കുടുംബം വൈഫ് എന്തോ ഇട്ടേച്ചു പോവോ അങ്ങനെ എന്തോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രതികാരം എന്നോണം ആയിരിക്കാം ഇത്തരം ക്രൂരമായ കൊലപാതകം ചെയ്തതെന്നാണ് നമ്മുടെ അസംഷൻ. ആളെ നമ്മൾ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. മകന്റെ മരണവുമായിട്ട് ഇതിന് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ 100% വിശ്വാസം. അങ്ങനെയാണ്. പ്രതിയുടെ അറസ്റ്റ് വിവരങ്ങൾ CBIയും തേടി. തിരുവനന്തപുരം യൂണിറ്റിലെ CBI ഉദ്യോഗസ്ഥർ കോട്ടയം DYSP ഓഫീസിലെത്തി. കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ മകൻ ഗൗതമിന്റെ മരണം അന്വേഷിക്കുന്ന സംഘമാണ് കോട്ടയത്തെത്തിയത്. ഇന്നലെ ഇവർ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു. ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ അമിത്തിനെ കൂടാതെ മറ്റ് 2 പേർ കൂടി പോലീസിന്റെ കരുതൽ തടങ്കലിലുണ്ട്. അതായത് ഈ കൊലപാതകത്തിൽ ഈ 3 പേർക്കും പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ, അതോ ഇയാൾ തനിച്ച്, ഈ അമിത് തനിച്ച് നടത്തിയ ക്രൂരകൃത്യം എന്ന് തന്നെയാണോ പോലീസിന്റെ അനുമാനം? തീർച്ചയായും അമിത് ഒറ്റയ്ക്ക് ചെയ്ത ക്രൂരകൃത്യം എന്ന നിലയിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം പോകുന്നത്. ഇതുവരെയുള്ള വിവരങ്ങളും തെളിവുകളും എല്ലാം അങ്ങനെ തന്നെയാണ്. മറ്റ് 2 പേരെ കരുതൽ തടങ്കലിൽ എടുത്തത് ഈ കഴിഞ്ഞ കേസിൽ അമിത് ഏതാണ്ട് 5 മാസത്തോളമാണ് ജയിലിൽ കിടന്നത്. ഏപ്രിൽ 3-നാണ് ഇയാൾ പുറത്തിറങ്ങുന്നത്. അന്ന് പുറത്തിറങ്ങിയത് വൈക്കം സ്വദേശിനികളായ 2 സ്ത്രീകളുടെ ജാമ്യത്തിലായിരുന്നു. പക്ഷേ ഈ സ്ത്രീകൾ ഒരു അഭിഭാഷകയുടെ നിർദ്ദേശപ്രകാരം, വൈക്കത്തെ തന്നെയുള്ള ഒരു വനിതാ അഭിഭാഷകയുടെ നിർദ്ദേശമനുസരിച്ച് പണം വാങ്ങി, ഏതാണ്ട് 5000 രൂപയോളം പണം വാങ്ങിയ ശേഷമാണ് ഇവർ ജാമ്യം നിന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണ് പുറത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റെന്തെങ്കിലും, ഈ പണമല്ലാതെ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ, അമിത്തിനെ പിന്നീട് സഹായിച്ചിട്ടുണ്ടോ, ഈ സംഭവത്തിൽ അമിത്തുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതൊക്കെ പരിശോധിക്കാനാണ് ഇവരെ ഒരു കരുതൽ കസ്റ്റഡിയിൽ എന്ന നിലയിൽ എടുത്തിരിക്കുന്നത്. മാത്രവുമല്ല, ഈ പ്രതിയെ ഒളിവിൽ ഫലത്തിൽ താമസിപ്പിക്കാൻ ശ്രമിച്ചത് സഹോദരനാണ്. മാള മേലടൂരിലെ ഈ ജോലി സ്ഥലത്ത് ഇയാൾ പണിയെടുക്കുകയായിരുന്നു. അവിടെ എത്തിയതിന് പിന്നിൽ ഇയാളാണ് ഈ കൃത്യം ചെയ്ത ശേഷമാണോ എത്തിയത്, ഇയാൾക്ക് ഒളിച്ചു താമസിക്കാനുള്ള സൗകര്യമാണോ ചെയ്തത് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് സഹോദരനെ കൂടി കരുതൽ തടങ്കലിൽ എത്തിച്ചത്. നിലവിൽ ഇയാളുടെ ചോദ്യം ചെയ്യൽ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. DYSP KG അനീഷ് ഉൾപ്പെടെയുള്ളവർ, വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ സർക്കിൾ SHOമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ നിലവിൽ ഈ സ്റ്റേഷനിലുണ്ട്. ഇവർ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനനുസരിച്ചായിരിക്കും മറ്റുള്ളവരുടെ പങ്കിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുക. എന്തായാലും കേസിൽ ഇനി നിർണായകമാകുക ഈ വീടിന്റെ CCTVയുടെ DVR ആണ്. ആ DVR ഇയാൾ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാളയിൽ വരെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ എന്ന് വ്യക്തമല്ല. കാരണം ഇയാൾ ഒളിവിൽ താമസിച്ച കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ലോഡ്ജിലെ
ലേക്ക് ഇയാൾ പുലർച്ചെ ഏതാണ്ട് 4:15 മടങ്ങി എത്തുമ്പോൾ ഇയാളുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ഒരുപക്ഷെ താഴെയോ മറ്റോ ഈ DVR ഉൾപ്പെടെയുള്ള ബാഗോ മറ്റോ വെച്ച ശേഷം കയറി വന്നതാണോ എന്ന് വ്യക്തമല്ല. അതിനുശേഷം ഇയാൾ പിന്നീട് എവിടേക്കെങ്കിലും പോകുന്ന വഴി എവിടെയെങ്കിലും ഉപേക്ഷിച്ചതാണോ എന്നും വ്യക്തമല്ല. ഇതെല്ലാം അറിയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. വൈകാതെ മറ്റ് വിവരങ്ങൾ ലഭിച്ച ശേഷം പ്രാഥമികമായ പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് ശ്രമം. അതിനുശേഷം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ആരോഗ്യ പരിശോധന നടത്തും. ഇന്ന് തെളിവെടുപ്പുണ്ടോ എന്ന് വ്യക്തമല്ല. എന്തായാലും രാവിലെ തന്നെ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് കൊച്ചിയിലാണ് മാധ്യമങ്ങളെ കണ്ട് നിലപാട് വ്യക്തമാക്കിയത്, ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. ഇന്നത്തെ ചോദ്യം ചെയ്യലിന്റെ കൂടി വിവരം അറിഞ്ഞ ശേഷം ഒരുപക്ഷെ വൈകുന്നേരത്തോടെ വീണ്ടും SP ഷാഹുൽ ഹമീദ് മാധ്യമങ്ങളെ കാണുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇയാളുടെ ചോദ്യം ചെയ്യൽ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിലവില് SP ഇന്ന് കൊച്ചിയിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്ന കാര്യം ഗൗതമിന്റെ, അതായത് ഈ കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ മകൻ ഗൗതമിന്റെ മരണവുമായി ഈ കേസിന് ബന്ധമൊന്നുമില്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അതായത് മുൻ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഇരട്ട കൊലപാതകം എന്ന് തന്നെയാണോ പോലീസ് കരുതുന്നത്? അതിനപ്പുറം ഒരു കവർച്ചയ്ക്കിടെ നടത്തിയ കൊലപാതകം, അത്തരം സാധ്യതകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഇവിടെ മൊബൈൽ ഫോൺ മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, മറ്റൊന്നും വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ അന്വേഷണത്തിലും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇയാളെ ജയിലിലാക്കി എന്നുള്ളത് മാത്രമല്ല, ഫലത്തിൽ വിജയകുമാറിന്റെ ഈ കേസ് കാരണം, വിജയകുമാർ നൽകിയ കേസ് കാരണം ഇയാളുടെ കുടുംബം തകരുന്ന സാഹചര്യവും ഫലത്തിലുണ്ടായി. കാരണം ഇയാളുടെ ഭാര്യ അടക്കം ഈ വിജയകുമാറിന്റെ വീട്ടിൽ ഈ അമിത് ഒറാങ് ജോലി ചെയ്യുമ്പോൾ ജോലിക്കാരിയായിരുന്നു. പിന്നീട് ഇവർ തമ്മിൽ തെറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഇവർ പിരിയുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴടക്കം വിശദീകരിച്ച ഒരു കാര്യം. അത് തന്നെയാണ്. എന്തായാലും അതാണ് പ്രധാനപ്പെട്ട പ്രതികാരമായി മാറുന്നത്. ഒന്ന്, ഭാര്യ നഷ്ടപ്പെടുന്നു, രണ്ട്, ഈ തന്നെ ജയിലിലാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രതികാരമാണ്. അതിനപ്പുറത്തേക്ക് 7 വർഷം മുൻപ് നടന്ന 2017 മെയ്യിൽ നടന്ന മകന്റെ കൊലപാതകവുമായി അമിത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ ആ കേസിൽ പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് അയാൾക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അയാൾ ആത്മഹത്യ ചെയ്തത് തന്നെയാണ് എന്നുള്ളതാണ് പോലീസിന്റെ റിപ്പോർട്ട്. പ്രധാനമായും ഇയാൾ ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ച, ആദ്യം ശരീരത്തിൽ മുറിവുണ്ടാക്കാൻ ഉപയോഗിച്ച കത്തിയൊക്കെ ഇയാൾ തന്നെ വാങ്ങിയതാണ് എന്നുള്ള കണ്ടെത്തൽ അന്നത്തെ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ട്രെയിൻ ഇടിച്ചു മരിച്ചു എന്ന നില തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്. പക്ഷേ CBI ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വിജയകുമാറിന്റെ ഭാര്യയുടെ മരണം വന്നതിന് പിന്നാലെ CBI സംഘം, തിരുവനന്തപുരത്ത് നിന്ന് DYSP ഉൾപ്പെടുന്ന സംഘം കോട്ടയത്ത് തന്നെ തമ്പടിച്ചിരിക്കുന്നത്. ഇന്നലെ വീട്ടിൽ പരിശോധന നടത്തി. ഇന്ന് ഈ അറസ്റ്റിന് ശേഷം DYSP ഓഫീസിലും ഒപ്പം തന്നെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും എത്തി അവർ വിവരങ്ങൾ ആരായുകയും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. CBI സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി ഈ കേസിൽ, ഗൗതമിന്റെ കേസ് CBIക്ക് വിട്ടെങ്കിൽ പോലും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് ഇനി ഇതിലൊരു മൊഴി നൽകാൻ പരാതിക്കാരൻ പിതാവ് വിജയകുമാറും മാതാവ് മീരയും ഒക്കെ ആയിരുന്നു. ആ രണ്ടുപേരും ഇന്നില്ല എന്നുള്ളത് CBI സംബന്ധിച്ച് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലടക്കം വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, പല പോലീസ് സ്റ്റേഷനുകളായിട്ട് അന്ന് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഉണ്ട്. അവരിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് പരമാവധി ഗൗതമിന്റെ കേസിൽ എന്താണ് സംഭവിച്ചത് എന്ന് തിരക്കാനുള്ള, അന്വേഷിച്ച് കണ്ടെത്താനുള്ള റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് CBI സംഘമുള്ളത്. ടോം. ശ്രീജിത്ത്, എന്തായാലും CBI ഗൗതമിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കോടതി വിധി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്, ഈ ഇരട്ടക്കൊലപാതകവുമായി അതിന് ബന്ധമില്ല എന്ന് പോലീസ് ഉറപ്പിക്കുമ്പോഴും മറ്റൊരു സംശയമുള്ളത്, ഈ 2017, അതായത് ഗൗതമിന്റെ മരണം നടക്കുന്ന 7 വർഷം മുൻപ്, അന്ന് ഈ അമിത് ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ ജോലിക്ക് നിന്ന വ്യക്തിയാണോ, അതോ ഈ മകൻ മരിച്ച ശേഷമാണോ ഇയാൾ ജോലിക്കായി ഈ കോട്ടയത്തെ ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നത്? മകൻ മരിച്ച ശേഷം തന്നെയാണ് അമിത് ജോലിക്ക് എത്തുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പരമാവധി ഏതാണ്ട് 7-8 മാസത്തോളം ജോലി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഒരു വിവരം. അതിൽ കൂടുതൽ കുറച്ചുകൂടി കാലമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് എങ്ങനെയൊക്കെ കൂട്ടിയാലും 7 വർഷമില്ല എന്ന് തന്നെ നിസ്സംശയം പറയാം. മാത്രവുമല്ല,
ഈ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ വിജയകുമാറിന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു ഈ അമിത് എന്നുള്ളതാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ ഈ ഐഫോൺ നഷ്ടപ്പെട്ട കേസ് ആ നിലയിലാണ് ആദ്യം പോകുന്നത്. അങ്ങനെ കേസ് നൽകുമ്പോൾ പോലും അമിത്തിന് ഒരു തരത്തിലുള്ള സംശയവും വിജയകുമാറിനില്ല. പോലീസ് വീടിന്റെ CCTV എല്ലാം പരിശോധിച്ച് ഇയാൾ എടുക്കുന്ന ക്ലിപ്പ് കണ്ട ശേഷമാണ്, ഈ CCTVയുടെ ദൃശ്യം കണ്ട ശേഷമാണ് വിജയകുമാറിന് അമിത് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് വളരെ ഞെട്ടലോടെ വിശ്വസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതാണ് ആ സംഭവത്തിലെ ഒരു കാര്യം. പിന്നീടാണ് ഇതൊരു പരസ്പരമുള്ള ഒരു വലിയ പ്രതികാരത്തിന്റെ വേദിയായി. പരസ്പരം എന്ന് പറയാൻ കഴിയില്ല, വിജയകുമാർ അയാളുടെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയി എന്ന് മാത്രം. പക്ഷെ അമിത്തിന് ഇതൊരു വലിയ പ്രതികാരമായി മാറുന്നു. ഈ തവണ ഈ ഏപ്രിൽ 3-ന് ഈ തിരിച്ചു വന്ന ശേഷവും ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷവും അമിത് ആ വീട് മതിൽ ചാടി കടന്നുകൊണ്ട് ചില ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അക്കാര്യത്തിൽ വിജയകുമാർ ഒരു പരാതിയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിൽ ഉള്ള പോലീസ് അന്വേഷണം വിശ്വസിച്ചാൽ, പോലീസിന്റെ രേഖകളും തെളിവുകളും ഒക്കെ വിശ്വസിച്ചാൽ അമിത്തിന് പഴയ സംഭവവുമായി ഒരു ബന്ധവുമില്ല എന്ന് തന്നെയാണ്. പക്ഷെ CBI അവരുടേതായ നിലയിൽ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയധികം 7 വർഷം കഴിഞ്ഞൊരു കേസാണ് അന്വേഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പരാതിക്കാരില്ല. പരാതിക്കാർ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നെ തെളിവുകൾ ഈ പോലീസിൽ നിന്ന് തന്നെ ശേഖരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം കനത്ത വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗൗതമിന്റെ കേസ് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന വളരെ വലിയ ചോദ്യവും അവിടെ അവശേഷിക്കുകയാണ്. ടോം, വ്യക്തമാണ്. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കോട്ടയത്തെ ഇരട്ട കൊലപാതകത്തിലെ പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞതെന്തായാലും ആശ്വാസകരമാണ്. പക്ഷേ അവിടെ ഇവരുടെ മകൻ്റെ ഈ കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെ മകൻ ഗൗതമിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് ഇനി CBI സംബന്ധിച്ച് വലിയ കീറാമുട്ടിയാണ്. കാരണം ഇവിടെ പരാതിക്കാർ 2 പേരും കൊല്ലപ്പെടുന്ന സാഹചര്യം. ഇനി ആ കേസിൻ്റെ അന്വേഷണം ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക എന്നതും നോക്കിക്കാണേണ്ട കാര്യമാണ്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ സുൽത്താനെ കാക്കനാട് ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുത്തു. ശ്രീനാഥ് ഭാസിയോട് കഞ്ചാവ് വേണമോ എന്ന് ചോദിച്ചിട്ടില്ലെന്ന് തസ്ലീമ പറഞ്ഞു. ഷൈനുമായുള്ള സൗഹൃദം മാത്രമാണ്, മറ്റ് സിനിമാ താരങ്ങളുമായും ലഹരി ഇടപാടില്ലെന്നും തസ്ലീമ മൊഴി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, നിലവിൽ എക്സൈസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതികളുമായി ഈ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുകയാണ്. അതിനിടെ സിനിമാ താരങ്ങളുമായി ലഹരി ഇടപാടുകളില്ല എന്നാണ് ഈ പ്രതിയുടെ മൊഴി, തസ്ലീമയുടെ മൊഴി. ഇത് പൂർണ്ണമായും എക്സൈസ് വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? ഇന്ന് എക്സൈസ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും എക്സൈസ് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ ശേഖരിച്ച ശേഷമാണ് എക്സൈസിന്റെ നീക്കം ഉണ്ടായിരിക്കുന്നത്. തസ്ലീമയുടെ ഫോണിൽ കൂടുതൽ ചാറ്റുകൾ കണ്ടെത്തിയത് ശ്രീനാഥ് ഭാസിയുമായിട്ടുള്ള കൂടുതൽ ചാറ്റുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ശരണ്യ സ്നേഹജനിലേക്ക് വീണ്ടും. ശരണ്യ, എക്സൈസ് കേസുമായി ബന്ധപ്പെട്ട എക്സൈസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്? ടോം, ഈ കേസിൽ ഇന്നിപ്പോ എക്സൈസ് സംഘം കാക്കനാട് എത്തിച്ച ഇവരുടെ മൊഴി തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എക്സൈസ് സംഘം ഇപ്പോൾ പരിശോധിച്ച് വരുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായക വിവരങ്ങൾ എക്സൈസ് സംഘത്തിന് ഇന്ന് എറണാകുളത്ത് നിന്ന് തേടാനാകും എന്നുള്ളതാണ്. 2 ദിവസമായി തസ്ലീമയും ഒപ്പം തന്നെ മറ്റ് പ്രതികളും എക്സൈസിന്റെ കസ്റ്റഡിയിലുണ്ട്. അവരെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് വരികയാണ്. അതിനിടയിലായിരുന്നു ഇന്ന് തെളിവെടുപ്പിനായി എക്സൈസ് സംഘം അവരെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. കാക്കനാട് എത്തിച്ചാണ് ഇന്ന് തെളിവെടുപ്പ് ചെയ്തത്. തസ്ലീമ താമസിച്ചിരുന്ന കാക്കനാടത്തെ സ്ഥലത്താണ് എത്തി അവർ തെളിവെടുപ്പ് നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ 2 ദിവസം തസ്ലീമ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ 2 ദിവസങ്ങളിൽ ഇവര് എറണാകുളത്ത് താമസിച്ചിരുന്നു എന്നുള്ള വിവരം എക്സൈസിന് ഉണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ടതായി എക്സൈസ് വ്യക്തമാക്കുന്നത് ഇവര് അവിടെ താമസിച്ചിരുന്ന ഘട്ടത്തിൽ 6 കിലോ കഞ്ചാവാണ് ഇവർ കൊണ്ടുവന്നിരുന്നത്.
അതിൽ 3 കിലോയാണ് ആലപ്പുഴയിൽ എത്തിച്ചിട്ടുള്ളത്. ഈ ആലപ്പുഴയിൽ എത്തിച്ച കഞ്ചാവിന് മുൻപ് അവർ കൈവശം വെച്ചിരുന്ന ലഹരി വസ്തുക്കൾ എവിടെ എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് എക്സൈസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, അതായത് ഷൈൻടോം ചാക്കോയ്ക്കും ഒപ്പം ശ്രീനാഥ് ഫാസിക്കും എക്സൈസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ അവരെത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ ഈ മറ്റൊരു ഘട്ടത്തിലേക്ക്, അതായത് തസ്ലീമ തുടക്കം മുതൽ തന്നെ ഈ ഷൈൻടോം ചാക്കോയും ഒപ്പം തന്നെ ശ്രീനാഥ് ഫാസിയുമായി ബന്ധമുണ്ടെന്നും ലഹരി ഒരുമിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഒക്കെയുള്ള മൊഴി നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എറണാകുളത്ത് അത്തരത്തിലൊരു മാറ്റിയുള്ള ഒരു മൊഴി നൽകിയിട്ടുള്ളതെന്ന് അറിയില്ല. പക്ഷേ ചോദ്യം ചെയ്യലിലെ ഓരോ ഘട്ടത്തിലും ഇവരും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം തന്നെ അവരെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിനകത്ത് അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് എക്സൈസ് സംഘത്തിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നോട്ടീസ് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. ഈ സംഭവത്തിനകത്ത് ഇനി ഒരാഴ്ചയാണ് ഈ നടന്മാർക്ക് സമയം നൽകിയിട്ടുള്ളത്. ഒരാഴ്ചക്കുള്ളിൽ എത്തി ഹാജരാകണം, ചോദ്യം ചെയ്യലിന് ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിലേക്ക് എത്തണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ എക്സൈസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും വിവരങ്ങൾ എക്സൈസ് സംഘത്തിന് തേടേണ്ടതായി ഉണ്ട്. കാരണം സ്വർണ്ണക്കടത്തും ലഹരി വിൽപ്പനയും ഉൾപ്പെടെയുള്ള സെക്സ് റാക്കറ്റും ഒക്കെയായി ബന്ധപ്പെട്ട് ഇത് കൂട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു കേസാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. അതുകൊണ്ട് തന്നെ അത്തരം വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട്. ആലപ്പുഴയിൽ തെളിവെടുപ്പ് ആലപ്പുഴയിലെ റിസോർട്ടിൽ എത്തിച്ച് അവിടെ തെളിവെടുപ്പ് നടത്തേണ്ടതായുണ്ട്. ഈ കസ്റ്റഡി കാലാവധി 24 വരെയാണ് അനുവദിച്ചിരുന്നത്. ഒരു ദിവസം കൂടി കൂട്ടി ചോദിക്കാനായി എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് 25 വരെ കസ്റ്റഡി നീട്ടി കിട്ടിയേക്കും. അതായത് ഈ തസ്ലീമ എക്സൈസിന് മൊഴി നൽകിയത് ഈ ശ്രീനാഥ് ഭാസിക്കും ഷൈൻടോം ചാക്കോയ്ക്കും ലഹരി നൽകിയിട്ടില്ല, ലഹരി വേണോ എന്ന് ചോദിച്ചിട്ടില്ല എന്ന് പോലും അവർ പറയുന്നുണ്ട്. സിനിമാ താരങ്ങളുമായി ഇത്തരം ബന്ധങ്ങളൊന്നും ഇല്ല എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഇവിടെ ഈ തസ്ലീമയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീനാഥ് ഭാസിയുമായിട്ടാണ്. വെറുമൊരു സൗഹൃദത്തിനപ്പുറം ഒരു ബന്ധം ഇവർ തമ്മിൽ കാണേണ്ടതല്ലേ, ഉണ്ടാകേണ്ടതല്ലേ? അത് ഈ ലഹരി ഇടപാടിൽ ശ്രീനാഥ് ഭാസിക്കും പങ്കുണ്ട് എന്ന് എക്സൈസ് സംശയിക്കുന്നുണ്ടോ? കേസിനകത്ത് ഇവരെ ആദ്യഘട്ടം മുതൽ തന്നെ ചോദ്യം ചെയ്യുന്നുള്ളത് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. അതിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക്, അതായത് ഈ ശ്രീനാഥ് ഫാസിയും ഷൈൻടോം ചാക്കോയും എത്തുന്ന ഘട്ടത്തിൽ തന്നെ അതിൽ കൂടുതൽ വിശദാംശങ്ങൾ തേടിയതിനു ശേഷം നടന്മാരെ വിളിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനമുള്ളത്. അത് എപ്പോഴെന്നുള്ളൊരു ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളായിരുന്നു. അതായത് ഈ കേസിൽ ഇവർക്ക് ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ചില ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് തസ്ലീമയുടെ ചാറ്റിൽ നിന്ന്, തസ്ലീമ പറയുന്ന മൊഴി മാത്രമല്ല തസ്ലീമയുമായി ബന്ധപ്പെട്ട ചാറ്റുകളിൽ നിന്നൊക്കെ തന്നെ എക്സൈസ് സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലുള്ള ബന്ധം ഇവരെ ആദ്യഘട്ടം തന്നെ, അതിൽ സുൽത്താൻ ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും തസ്ലീമ ഈ കാര്യങ്ങൾ എക്സൈസ് സംഘത്തിലൂടെ ചോദ്യം ചെയ്യലിൽ സഹകരിക്കുകയും ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇവർക്ക് തസ്ലീമയുമായി ബന്ധമുണ്ട്, ഇടപാടുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ എക്സൈസ് സംഘത്തിന് ഒരു തർക്കവുമില്ല. പക്ഷെ അത് എത്രമാത്രം മറ്റു തലങ്ങളിലേക്ക് ഉണ്ട് എന്നുള്ളത് കൂടിയാണ് പരിശോധിക്കേണ്ടത്. അതായത് ഈ ശ്രീനാഥ് ഫാസിയുമായി ഡയറക്റ്റ് ഈ ഹൈബ്രിഡ് കഞ്ചാവിനെ കുറിച്ചുള്ള കോൺവെർസേഷൻ ആ വാട്സപ്പ് ചാറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. ഷൈൻടോം ചാക്കോയുമായി ബന്ധപ്പെട്ട മറ്റു ചില ഇടപാടുകളുടെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഷൈനുമായി അത്തരത്തിൽ ലഹരി ഉപയോഗം ഉണ്ടായിട്ടുണ്ട്, ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഇവർ മൊഴി നൽകിയിട്ടുള്ളത്. അത്തരത്തിലുള്ള മൊഴികളൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി തസ്ലീമ നൽകിയ മൊഴികൾ എത്രമാത്രം അത് സാധൂകരിക്കുന്നതാണ് എന്നുള്ളതിനുള്ള ഒരു കടമ്പ കൂടിയാണ് എക്സൈസ് സംഘത്തിന് ഈ ചോദ്യം ചെയ്യൽ എന്നുള്ള കാര്യത്തിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ ചലച്ചിത്ര താരങ്ങളെ ചോദ്യം ചെയ്യുമെന്ന് തുടക്കം മുതൽ തന്നെ അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. ഇപ്പോൾ അത് ഒരു പടി കൂടി കടന്ന് അവരെ ചോദ്യം ചെയ്യുക എന്നുള്ള, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നോട്ടീസിലേക്ക്, ആ കടമ്പയിലേക്ക് എക്സൈസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ഒരാഴ്ചയാണ് നടന്മാർക്ക് സമയം നൽകിയിട്ടുള്ളത്. ആ ഒരാഴ്ചക്കുള്ളിൽ ചോദ്യം ചെയ്യലിന് ഇവർ ആലപ്പുഴയിലെ ഓഫീസിലെത്തുകയും ചെയ്യണം. ടോം, വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും എക്സൈസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിനിടെ പ്രതി തസ്ലീമയുമായുള്ള തെളിവെടുപ്പും തുടരുകയാണ്. ഇടുക്കി കട്ടപ്പനയിൽ അമ്മയ്ക്ക് നേരെ മകന്റെ ക്രൂരമർദ്ദനം. കോടാൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. കയ്യും കാലും ഒടിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ കമലമ്മയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കമലമ്മയുടെ മുറിയിലേക്ക് എത്താനുള്ള വഴിയിൽ മകനും മരുമകളും കോഴിക്കൂട് വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. മുൻപും മകൻ മർദ്ദിച്ചതായി കാട്ടി കമലമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ പ്രതി
പ്രസാദിനെ, കമലമ്മയുടെ മകൻ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. പ്രിൻസ്, ഒരമ്മയ്ക്ക് നേരെ മകന്റെ ക്രൂരമർദ്ദനം, ഗുരുതരമായി പരിക്കേൽക്കുന്നു. ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ആക്രമണത്തിന്റെ കാരണം എന്താണെന്നാണ് പോലീസ് പറയുന്നത്? ഏറ്റവും ഇന്ന് രാവിലെയാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരമായ മർദ്ദനം സംഭവം കട്ടപ്പന കുന്തളംപാറയിൽ നടന്നത്. കുന്തളംപാറ സ്വദേശിയായ കമലമ്മയെ മകൻ പ്രസാദ് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കയ്യിലിരുന്ന കോടാലി ഉപയോഗിച്ച് കാലിലും കയ്യിലുമൊക്കെ മർദ്ദിച്ചു. ഈ സംഭവത്തിൽ ഇവരുടെ കാലിലും കൈക്കും ഒടിവ് പറ്റിയിട്ടുണ്ട്. ഒപ്പം ഗുരുതരമായി സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് നാട്ടുകാരും പോലീസും എത്തി ഇവരെ കട്ടപ്പനയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇവർ തമ്മിലുള്ള കുടുംബ വഴക്കാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കലാശിച്ചതെന്നാണ് പറയാൻ കഴിയുന്നത്. 2 വർഷമായി ഈ കുടുംബ വഴക്ക് നിലനിൽക്കുന്നുണ്ട്. സ്വത്തുമായി ബന്ധപ്പെട്ട വഴക്കൊക്കെ നിലനിൽക്കുന്നുണ്ട്. കമലമ്മ ഈ വീടിനോട് ചേർന്നുള്ള മറ്റൊരു മുറി നിർമ്മിച്ച്, വീടിന്റെ പ്രവേശന മുറി നിർമ്മിച്ച് അവിടെയാണ് താമസിക്കുന്നത്. ഈ വീടിന്റെ ഉള്ളിലല്ല, ഈ മുറിക്ക് മുൻപിലായി ഈ മുറിയിലേക്ക് കയറുന്ന ഭാഗത്ത് ഇവർ ഈ മകൻ പ്രസാദും ഭാര്യയും ചേർന്ന് ഒരു കോഴിക്കൂട് സ്ഥാപിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ചൊരു തർക്കമാണ് ഇത്തരത്തിൽ ആക്രമണത്തിലേക്ക് കലാശിച്ച്. ഈ തർക്കത്തെ തുടർന്ന് ഈ പ്രസാദ് ഇവരെ കമലമ്മയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ സംഭവം വളരെ നാളുകളായി ഇത്തരത്തിലൊരു തർക്കങ്ങളൊക്കെ ഇവർ നിലനിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പോലീസിൽ മുൻപ് പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ ഇതുമൊക്കെ പറയുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാളുകളായി ഇത്തരത്തിലുള്ള കുടുംബ വഴക്കുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന സാഹചര്യം. അപ്പം ഈ പ്രസാദിന്റെ പിതാവ് ദിവാകരനും ഈ വീട്ടിൽ നിന്ന് മാറി തൊട്ടടുത്ത തൊഴുത്ത്, പശുവിനെ കിട്ടിയത് തൊഴുത്താണ് ഇതാണ് കിടക്കുന്നത്. മറ്റ് വീട്ടിലേക്ക് ഇയാൾ താമസം മാറി. ഇവിടെ എത്തുന്ന സമയങ്ങളിൽ ഈ തൊഴുത്തിൽ താമസിക്കുന്ന സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഈ കമലമ്മ ഈ വീട്ടിൽ നിന്ന് പൂർണ്ണമായും മാറാൻ തയ്യാറാകുന്നില്ല എന്നൊരു ആരോപണമാണ് ഉന്നയിക്കുകയും അത്തരത്തിലാണ് ഇങ്ങനെ തീർച്ചയായും വഴക്കുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. നാട്ടുകാർ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം വലിയ തോതിലൊരു ആക്രമണം വൈദികയായ അമ്മയ്ക്ക് നേരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ നാട്ടുകാരൊക്കെ കൂടിയതോടെയാണ് ഒരു വലിയ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാനെങ്കിലും സാധിച്ചെങ്കിലും ഇവർക്ക് സാരമായി പരിക്കേൽക്കുന്ന ഒരു സംഭവം ഉണ്ടാവുകയായിരുന്നു കേട്ടോ. യെസ് പ്രിൻസ്, അതോടൊപ്പം അറിയേണ്ടത് ഈ കമലമ്മ ഇതിനു മുൻപ് ഈ മകനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളതാണല്ലോ. എന്നാൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ലേ? 2 വർഷമായി ഇവർ തമ്മിൽ ഇത്തരത്തിൽ തർക്കം നിലനിൽക്കുന്നതായാണ് നമുക്കറിയാൻ കഴിയുന്ന. കുടുംബ വഴക്ക് പതിവായി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇത് സംബന്ധിച്ച് കട്ടപ്പന പോലീസ് പരാതി നൽകിയിട്ടുണ്ട്. ഇടയ്ക്ക് പ്രസാദിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായ ഒരു നടപടി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് ഇന്ന് ഒരു സംഭവത്തിലേക്ക് വഴി തെളിച്ചിരിക്കുന്നത്. ഈ വഴക്ക് തുടരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും അത് ഇന്ന് ഇത്തരത്തിൽ മർദ്ദനത്തിലേക്ക് കലാശിക്കുകയും അവർക്ക് ക്രൂരമായ മർദ്ദനം ഏൽക്കുന്ന സംഭവം ഉണ്ടാവുകയും സാരമായി പരിക്കേൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും പരാതി ഇവർ മുൻപേ തന്നെ കൊടുത്തിരുന്നു. 2 വർഷമായി നിലനിൽക്കുന്ന തർക്കമാണ്. കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇതേ തുടർന്നാണ് ഇവർ വീട്ടിൽ നിന്ന് മാറി വീടിനോട് ചേർന്ന് ചെറിയൊരു മുറി ഉണ്ടാക്കി അവിടേക്ക് താമസം മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പം കമലമ്മയുടെ ഭർത്താവ് ആയ ദിവാകരൻ തൊട്ടടുത്ത പശുത്തൊഴുത്ത് മുറിയായി ഉപയോഗിച്ച് അവിടെ താമസിക്കുന്ന സാഹചര്യം കൂടിയാണുള്ളത്. വളരെ വേദനാജനകമായ ഒരു സാഹചര്യങ്ങളൊക്കെയാണ് ഈ അമ്മയും അപ്പം അവരുടെ ഭർത്താവ് അച്ഛനും ഒക്കെ അനുഭവിക്കുന്നത്. മക്കളുടെ ഭാഗത്തു നിന്നും അനുഭവിക്കുന്നത് വളരെ ക്രൂരമായി രീതിയിൽ ഇവരെ കൈകാര്യം ചെയ്തു. അതാണ് മക്കളുടെ വൃദ്ധ മാതാപിതാക്കൾക്ക് നേരെ ഒരു മകന്റെ ക്രൂരത. വീട്ടിൽ നിന്ന് പുറത്തവരെ കടത്തുന്ന സാഹചര്യം, കാലിത്തെഴുത്തിനോട് ചേർന്ന് രാത്രി അന്തി ഉറങ്ങേണ്ട ഒരു ഗതികേടായിരുന്നു ആ വൃദ്ധ മാതാപിതാക്കൾ. ഒടുവിൽ മകന്റെ ക്രൂരമായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അമ്മയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കാസർഗോഡ് പശ്ചിമബംഗാൾ സ്വദേശി സുശാന്ത റോയിയുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശി സഞ്ജയ് റോയിയാണ് അറസ്റ്റിലായത്. തലയുടെ പിൻഭാഗത്ത് കഴുത്തോട് ചേർന്നുള്ള ഭാഗത്ത് അടിയേറ്റ് ആഴത്തിലുണ്ടായ മുറിവാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കൊല്ലപ്പെട്ട സുശാന്ത റോയിയുടെ അടുത്ത ബന്ധുവാണ് പ്രതി. വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട്. ബൈജു, കഴിഞ്ഞ ദിവസമാണ് ഈ കാസർഗോഡ് നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന് സമീപം കഴിഞ്ഞ തിങ്കളാഴ്ച ഈ സുശാന്ത റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ എന്തായാലും പ്രതി ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഈ കൊലപാതകത്തിന്റെ കാരണം എന്താണെന്നാണ്
പോലീസ് നൽകുന്ന വിവരം? വെറുമൊരു പെട്ടെന്നുള്ളൊരു വാക്ക് തർക്കം, ഒരു പ്രകോപനം കൊലപാതകത്തിൽ കലാശിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ടോമെ, അതാണ് പോലീസും വ്യക്തമാക്കുന്നത്. അങ്ങനെ തന്നെയാണ്. കാസർഗോഡ് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ ആനബാഗിലു എന്ന് പറയുന്നത്. ഇവിടെ നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന് സമീപം തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് ഇത്തരത്തിൽ സുശാന്ത് റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വാഭാവിക മരണമെന്നായിരുന്നു ആദ്യം കരുതിയത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ മരണം കൊലപാതകമെന്ന ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത്. അതായത് തലയുടെ പിൻഭാഗത്ത് കഴുത്തോട് ചേർന്നുള്ള ഭാഗത്ത് അടിയേറ്റ് ആഴത്തിലുണ്ടായ മുറിവാണ് മരണകാരണമെന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നു. തുടർന്നാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയതും ഈ പ്രതി പിടിയിലാകുന്നത്. അതായത് സുശാന്ത് റോയിയോടൊപ്പം തന്നെ ജോലി ചെയ്തിരുന്ന ഈ പശ്ചിമ ബംഗാൾ ബർഗാരിയ സ്വദേശി സഞ്ജയ് റോയിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾ കൊല്ലപ്പെട്ട സുശാന്ത് റോയിയുടെ അടുത്ത ബന്ധു കൂടിയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ ആനബാഗിലുവിലെ കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന 12 അംഗ സംഘത്തിലെ ഒരാളാണ് ഈ മരിച്ച സുശാന്ത് റോയിയും. ഇവർ ഒരു 4 മാസം മുമ്പാണ് ഇവർ ഈ ജില്ലയിലെത്തിയത്. ഈ നിർമ്മാണത്തിലുള്ള ഈ കെട്ടിടത്തിൽ സമീപത്ത് തന്നെ ഒരു ഷെഡ് ഉണ്ടാക്കി അവിടെയായിരുന്നു ഇവർ താമസിച്ചു വന്നിരുന്നത്. ഞായറാഴ്ച ഈ രാത്രി മദ്യലഹരിയിൽ ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് കലാശിക്കുമായിരുന്നു. തുടർന്ന് ഈ കൊലപാതകത്തിന് ശേഷം ഈ ചില തൊഴിലാളികൾ ഈ ഒറ്റപ്പാലത്തേക്ക് കടന്നു കളയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതാണ് ഈ കേസിൽ വഴിത്തിരിവായത്. ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. അതുകൂടാതെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് തൊഴിലാളികളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ഈ പ്രതിയിലേക്ക് കൃത്യമായി പോലീസിന് എത്താൻ സാധിച്ചത്. അതായത് മദ്യലഹരിയിൽ ഉണ്ടായ വാക്കുതർക്കത്തിനിടയിൽ ഈ സഞ്ജയ് റോയി എന്ന് പറയുന്ന ആൾ ഏതൊരു വസ്തു ഉപയോഗിച്ച് സുശാന്ത് റോയിയുടെ തലയുടെ പിൻഭാഗത്തടിച്ചതാണ് മരണം കാരണമെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഏതായാലും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളെ അല്പസമയത്തിനകം കാസർഗോഡ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SKV ബൈജു ആണ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ആനബാഗിലുവിലാണ് കഴിഞ്ഞ തിങ്കളാഴ്ച നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന് സമീപത്ത് പശ്ചിമബംഗാൾ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് തുടക്കത്തിൽ തന്നെ സംശയിച്ചിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ തലയുടെ പിൻഭാഗത്ത് അടിയേറ്റ് ആഴത്തിലുണ്ടായ മുറിവാണ് മരണകാരണമെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊല്ലപ്പെട്ട സുശാന്ത് റോയിയുടെ ബന്ധുവായിട്ടുള്ള സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.